ഹായ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോ എയർ ഫൈബറിൻ്റെ 3 ഡിവൈസുകളാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഡിവൈസുകൾ ജിയോ എയർ ഫൈബറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഏറ്റവും ആദ്യം ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ വരുന്ന ജിയോയുടെ എയർ ഫൈബർ ഡിവൈസ്. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഔട്ട്ഡോർ വരുന്നു, അതിലൊരു ക്ലാമ്പ് ഉണ്ട്, ഒരു മൗണ്ട് ചെയ്യാനുള്ള ക്ലാമ്പ് ഉണ്ട്. ഈ മൗണ്ട് ചെയ്യുന്ന ക്ലാമ്പ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഒരു RJ45 കണക്ടർ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു 5G ലൈൻ ഇൻഡിക്കേഷനും പിന്നെ ഒരു റീസെറ്റ് ചെയ്യാനുള്ള ബട്ടണും അങ്ങനത്തെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. ഇതാണ് ഒരു ഔട്ട്ഡോർ ഡിവൈസ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു 2 കിലോ കാണുമായിരിക്കും വെയിറ്റ്, അത്രയേ ഉള്ളൂ. ഇത്ര വെയിറ്റുള്ള ഒരു ഡിവൈസാണ്. നമുക്ക് ഈ പറയുന്ന 30 MBPS മുതൽ 100 MBPS വരെ നമുക്ക് ബാൻഡ് കൊടുത്ത് നൽകുന്ന ജിയോൻ്റെ എയർ ഫൈബറിൻ്റെ ടെക്നോളജീൻ്റെ ഏറ്റവും മെയിൻ ഡിവൈസ് ഇവനാണ് തലച്ചോറ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിവൈസ് വരുന്നുണ്ട്. ഇതിൽ നിന്ന് RJ45 നമുക്ക് കണക്ട് ചെയ്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എവിടെയാണോ വേണ്ടേ ആ പോയിന്റിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡാപ്റ്റർ ഉണ്ട്. ഇവനാണ് ഈ അഡാപ്റ്റർ. ഈ അഡാപ്റ്ററിൽ നേരെ പവർ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മേലിൽ നിന്ന് വരുന്ന ഡിവൈസിൻ്റെ PO, ഇവിടെ ഒരു POI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ POIയിൽ കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു പവറും ഇതിൽ നിന്നൊരു പവറും അതുപോലെ തന്നെ ഒരു ലാൻ കണക്ഷൻ പോകുന്നുണ്ട്. ഇതിൽ 2 പവറുകൾ പോകുന്നുണ്ട്. ഒന്ന് മുകളിലത്തെ ഡിവൈസിലോട്ടൊരു പവർ പോകുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് വരുന്ന വൈഫൈ ഡിവൈസ് ഉണ്ട്, ഇൻഡോർ വരുന്ന വൈഫൈ ഡിവൈസ്. അതായത് ഈ വൈഫൈ ഡിവൈസ് വർക്ക് ചെയ്യാനും ഒരു പവറും കൂടെ അതിൽ വരുന്നത്. അപ്പോൾ 2 പവറാണ് ആ അഡാപ്റ്ററിൽ നിന്ന് പോകുന്നത്. അത് നേരെ കണക്ട് ചെയ്ത് നമുക്കിതിലേക്ക് വരുന്ന ഒരു വാൻ പോർട്ടിലേക്ക് കണക്ട് ചെയ്യും. പിന്നെ നമ്മുടെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വൈഫൈ SSID കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5G ആർട്സും 2.4G ആർട്സും ഫ്രീക്വൻസിയിൽ കിട്ടും. അത്യാവശ്യം നല്ല കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഇതാണ് ജിയോ എയർ ഫൈബറിൻ്റെ ഒരു അടുത്ത ഡിവൈസ്. അത് കഴിഞ്ഞ് ഇനി ഒരു ഡിവൈസും കൂടെ മാത്രമേ ജിയോ എയർ ഫൈബർ ഉള്ളത്. ഒരു OTT ബോക്സിൻ്റെ സംവിധാനം കൂടിയുണ്ട് ജിയോ എയർ ഫൈബറിന്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം ജിയോയുടെ ഫൈബറിൽ വരുന്നതിലും ഒരു കൊടുക്കുന്ന OTT ബോക്സ് ഇത് തന്നെയാണ്. അതേ സെയിം ബോക്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഒരു ലാൻ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഒരു HDMI കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു HDMI കേബിൾ വരുന്നുണ്ട്, കൂടാതെ ഒരു റിമോട്ട് കാര്യങ്ങൾ. ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു 3 ഡിവൈസ് വെച്ചിട്ടാണ് അവർ 30 MBPS മുതൽ നമുക്ക് 100 MBPS വരെ സ്പീഡിലുള്ള ജിയോയുടെ എയർ ഫൈബർ ടെക്നോളജിയിൽ വരുന്ന ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. എന്താണെന്നുണ്ടെങ്കിലും നല്ലൊരു അടിപൊളി സംവിധാനമാണ്. പക്ഷേ അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റണം. കാരണം എനിക്ക് പറ്റിയ പോലെ ഒന്നും ആവരുത്. കാരണം നമ്മൾ ഫീസിബിലിറ്റി കാര്യങ്ങളൊക്കെ വന്ന് നോക്കി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോയതിന് ശേഷം ഫീസിബിലിറ്റി ഒക്കെ റെഡി തന്നെയായിരുന്നു. ഫീസിബിലിറ്റി കാര്യങ്ങൾക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ പക്ക തന്നെയായിരുന്നു. ഒരു 89 dBm ഉള്ളിലായിരുന്നു നമുക്ക് ഔട്ട്ഡോറിൻ്റെ സിഗ്നൽ കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ വന്ന് ഇൻസ്റ്റാൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് നമ്മുടെ ഈ ലൊക്കേഷൻ മാപ്പ് ചെയ്തിട്ടില്ല എന്ന്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്നൊരു ധാരണ ഇല്ലായിരുന്നു. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, എനിക്ക് അടച്ചിരിക്കുന്ന എമൗണ്ട്, നമ്മൾ ഒരു അടച്ചിരിക്കുന്ന എമൗണ്ടാണ്. ഒന്നും അടച്ചിട്ട് പോലും നമുക്ക് കണക്ഷൻ തരാൻ സാധിച്ചില്ല. അത് തിരിച്ചു തരാനും റീഫണ്ട് ചെയ്ത് തിരിച്ചു തരാനും സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതും. കാരണം നമ്മുടെ ഡിവൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം മോസ്റ്റ്ലി ചിലപ്പോൾ നമുക്ക് ഈ ഡിവൈസ് വെച്ചിട്ട് തന്നെ നമുക്കിവിടെ ഒരു ജിയോയുടെ എയർ ഫൈബർ കണക്ഷൻ തരാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്താണെന്നുണ്ടെങ്കിലും ജിയോ എയർ ഫൈബർ ടെക്നോളജി അടിപൊളിയാണ്. നമുക്ക് നമ്മൾ വിചാരിക്കും എല്ലാ സ്ഥലങ്ങളിലും 5G കിട്ടുന്നിടത്ത് കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഒരു 100 dBmൻ്റെ ഉള്ളിൽ വരുന്ന സിഗ്നലിൽ മാത്രമേ, അതായത് 5G സിഗ്നലിൽ മാത്രമേ അവർക്ക് ജിയോയുടെ എയർ ഫൈബർ കണക്ഷൻ നൽകാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയിലിരുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ ഉള്ളേരിയ, കാരണം വെച്ചാൽ കുറച്ച് റൂറൽ ഏരിയയിലൊക്കെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഫൈബർ എത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ സുഖമായിട്ട് ജിയോ എയർ ഫൈബർ കണക്ഷൻ കൊടുക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷ നേരെ ഒരു നിരാശയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഒരുപാട് ദൂരപരിധി, ഒരു ടവറിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ഒരു എയർ ഡിസ്റ്റൻസിൽ മാക്സിമം ഒരു 200-300 മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ഈ 100 dBm സിഗ്നൽ കിട്ടും. അതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ സിഗ്നൽ കൂടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും തരാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിരാശ കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും എടുക്കുന്ന ആൾക്കാർക്ക് നല്ല ബെനിഫിറ്റാണ്. കാരണം വളരെ കുറഞ്ഞ റേറ്റിൽ ഒരു 500 രൂപയ്ക്കുള്ളിലാണ് നമുക്ക് IPTV വരുന്നുണ്ട്, TV ചാനലുകൾ വരുന്നുണ്ട്, നമുക്ക് ഇൻ്റർനെറ്റ് സർവീസ് വരുന്നുണ്ട്, വോയിസ് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ അവൈലബിൾ ആണ്. അതൊരു വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും പല രീതിയിൽ നമ്മൾ ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു സർവീസ് പ്രൊവൈഡറും നമുക്ക് ഈ രീതിയിൽ തരുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഒരു ബെനിഫിറ്റ്. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡ് കുറയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് രണ്ടും 2 രീതിയിലാണ് നമുക്ക് സർവീസ് തരുന്നത്. നമുക്ക് മൊബൈലിൽ തരുന്ന സർവീസ് വേറൊരു രീതിയിലും നമുക്ക് ഈ പറയുന്ന എയർ ഫൈബറിൻ്റെ ടെക്നോളജി തരുന്നതും വേറൊരു രീതിയിലാണ്. പക്ഷേ സെയിം ടെലികോം ടവർ തന്നെയായിരിക്കും തരുന്നതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷേ അതിൽ ചെറിയ കോൺഫിഗറേഷൻ പാർട്ടിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് ചിലപ്പോൾ ഒരു വീലാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടാവും. അപ്പോൾ നമുക്ക് തരുന്ന ബാൻഡ് വിഡ്ത്ത് എപ്പോഴും അതിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു കാരണവശാലും സ്പീഡ്, ഇപ്പോൾ മറ്റ് മൊബൈൽ നെറ്റ്വർക്കിൽ സ്പീഡ് കുറഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ എയർ ഫൈബറിൽ ഒരു കാരണവശാലും സ്പീഡോ കാര്യങ്ങളൊന്നും കുറയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുത്തൻ അറിവുകളും പുത്തൻ വീഡിയോകളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ.